ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയ മാംഗോ ട്രൈഫിൾ പുഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും, അതുപോലെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല മാങ്ങ എടുക്കുക, നല്ല മധുരവും അതേപോലെ ദശക്കട്ടിയൊക്കെ ഉള്ള മാങ്ങ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. പിന്നെ ഞാൻ 1/2 ലിറ്റർ പാല് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. കട്ടിയുള്ള പാലാട്ടോ, സാധാ പാലല്ല, ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് തിളപ്പിക്കാൻ വെക്കാം. പിന്നെ വേണ്ടത് കസ്റ്റേർഡ് പൗഡറാണ്. അപ്പം നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് മാംഗോ കസ്റ്റേർഡാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് കസ്റ്റേർഡ് പൗഡറും 1/4 കപ്പ് പാലും കൂടെ ചേർത്തിട്ട് കട്ടയില്ലാതെ നന്നായി ഒന്ന് കലക്കിയെടുക്കും. ഞാൻ കാച്ചാൻ വെച്ച പാലിൽ നിന്നാണ് കേട്ടോ 1/4 കപ്പ് പാലെടുത്തത്, അല്ലാതെ വേറെ എക്സ്ട്രാ പാൽ എടുത്തിട്ടില്ല. തണുത്ത പാലാണ് ഇതിലൊഴിച്ച് മിക്സ് ചെയ്യേണ്ടത്. പിന്നെ വേണ്ടത് മാംഗോ പൾപ്പാണ്. ഇത് മാങ്ങ അരച്ചിട്ട് കുറച്ച് പഞ്ചസാരയും ചേർത്തൊന്ന് വേവിച്ചെടുത്താണ്. നമുക്കിതുപോലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഫ്രീസറിൽ 1 വർഷം വരെയൊക്കെ കേടുകൂടാതിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി വെച്ച ആ പൾപ്പാണത്. അതിൽ നിന്ന് ഒരു 1/2 കപ്പ് എടുക്കാം. ഇപ്പോൾ പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി കലക്കി വെച്ച കസ്റ്റേർഡ് പൗഡർ ചേർത്ത് മിക്സ് ചെയ്യുക. കൈവിടാതെ ഇളക്കണം. എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് അത് അടുപ്പിൽ നിന്ന് മാറ്റാം. അതിന് ശേഷം നമുക്ക് മാംഗോ പൾപ്പ് ചേർക്കണം കേട്ടോ. അപ്പോൾ അത് ഒന്നിച്ച് ചേർക്കേണ്ട, ആദ്യം ഒരു 1/4 കപ്പ് ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് പിന്നെ ബാക്കിയുള്ളതും ചേർത്താൽ മതി. അപ്പോൾ ഇത് ഞാൻ 2 തരം മാങ്ങ വെച്ചിട്ടാണ് ഈ പുഡിംഗ് ഉണ്ടാക്കുന്നത് പറഞ്ഞില്ലേ. അപ്പോൾ ഇത് സിന്ദൂരം എന്ന് പറഞ്ഞിട്ടുള്ള മാങ്ങയാണ് കേട്ടോ. അതാണ് അതിൻ്റെ ആ കളർ, അങ്ങനെ ഒരു ഓറഞ്ചായിട്ടുള്ള കളർ കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ആയിട്ടുണ്ട് നമ്മുടെ മാംഗോ കസ്റ്റേർഡ്. അത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. പിന്നെ വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. അത് ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഓപ്ഷണലാണ് കേട്ടോ. ഈ ട്രൈഫിൾ പുഡിങ്ങിൽ 3 ലെയറാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് ഞാൻ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതേ ഉള്ളൂ, നിർബന്ധമില്ല. അപ്പോൾ ഇത് സ്റ്റിഫ് പീക്ക് ആവണ വരെയൊക്കെ ഒന്ന് ബീറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കത് ഇപ്പോൾ ആയിട്ടുണ്ട്, ഇനി മാറ്റി വെക്കാം. അതൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഏറ്റവും അവസാനം എടുക്കേണ്ട ഒരു സാധനമാണ്. അപ്പോൾ അതുവരെ അത് ഫ്രിഡ്ജിലിരിക്കട്ടെ. അപ്പോൾ നമുക്കിത് അതുപോലെ പൈപ്പിംഗ് ബാഗിൽ നിറച്ചിട്ട് ഒന്ന് കെട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഈ വിപ്പിംഗ് ക്രീമിൽ ഞാൻ ഷുഗർ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. കാരണം ഇതധികം മധുരമില്ലാത്ത പുഡിങ്ങാണ്, പക്ഷെ നല്ല ടേസ്റ്റും ഉണ്ടാവും. ആവശ്യത്തിനുള്ള മധുരം ഉണ്ടാവും കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ നമുക്കത് ഫ്രിഡ്ജിൽ മാറ്റി വെക്കാം. അതിന് ശേഷം മാങ്ങ ഒന്ന് ചെത്തിയെടുക്കാം. അപ്പോൾ ഞാൻ ഇത് ഒരു വലിയൊരു മാങ്ങയാണ് കേട്ടോ. ഇത് തോല് കളഞ്ഞ് കഴിഞ്ഞപ്പോഴും അതിൻ്റെ അകത്ത് ഇങ്ങനെ കളർ അത്ര ഇല്ല, ഒരു ലൈറ്റ് യെല്ലോ കളറേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ സിന്ദൂരം മാങ്ങയും കൂടെ എടുത്ത് കേട്ടോ, പുഡിങ്ങിന് ഒരു കളർ വരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ മാങ്ങ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ചെറിയ ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ മാങ്ങയൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്ക് തേങ്ങാപ്പാലാണ്. അപ്പോൾ ഞാനിവിടെ 400 മില്ലി തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിപ്പോൾ അതിനേക്കാളും കുറച്ച് കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ എടുത്തത് കറക്റ്റ് തന്നെയായിരുന്നു. അതിലേക്ക് നമുക്ക് 1/4 കപ്പ് പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ഇടാം. മിഠായി മേറ്റില്ല, അതാണ് ഇപ്പോൾ ഞാൻ ചേർത്തത്. നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ അതിനൊരു മാങ്ങേൻ്റെ ഒരു ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് മാങ്ങ അരച്ചതാണ് കേട്ടത്. ഞാൻ പഞ്ചസാരയൊന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് ആ മാങ്ങനെ ഒന്ന് നന്നായി മിക്സിയിൽ അരച്ചെടുത്തതാണ്. അത് ഒരു കണക്കൊന്നുമില്ല പ്രത്യേകിച്ചിട്ട്, എന്നാലും ഞാൻ വലിയ സ്പൂണ് 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ആ ഒരു തേങ്ങാപ്പാലിനും മാങ്ങേൻ്റെ ഒരു ഫ്ലേവർ കിട്ടും. ഞാൻ ആ സിന്ദൂര മാങ്ങ തന്നെയാണ് ഇതിൽ മിക്സ് ചെയ്തത് കേട്ടോ. പിന്നെ വേണ്ടത് ഇതുപോലൊരു വാനില കേക്കാണ്. ഞാൻ ഗീ കേക്കാണ് എടുത്തിട്ടുള്ളത്. ഗീ കേക്കിന് പകരം ബ്രെഡ് എടുക്കാം, അതല്ലെങ്കിൽ പിന്നെ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റില്ലേ, അതൊക്കെ എടുക്കാം കേട്ടോ. പക്ഷേ ഏറ്റവും ടേസ്റ്റ് ഉണ്ടായത് ഈ ഒരു കേക്ക് വെച്ച് ഉണ്ടാക്കിയപ്പോഴാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും പറ്റിയാൽ ഇതുപോലെ ഒരു വാനില കേക്ക് കൊണ്ട് ഉണ്ടാക്കി നോക്കിയാൽ മതി. ഇനി നമുക്കൊരു പുഡിംഗ് ബൗളിൽ ഇതൊന്ന് നിരത്തി കൊടുക്കാം. അതിൻ്റെ മുകളിൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചാൽ തേങ്ങാപ്പാലും മിൽക്ക് മെയ്ഡും മാങ്ങയൊക്കെ ഇല്ലേ, അതുകൊണ്ട് ഒഴിച്ചു കൊടുക്കുക. നല്ലോണം ഒഴിച്ചു കൊടുക്കണം കേട്ടോ, ഒന്ന് കുതിർന്ന് വരുന്ന പോലെ. അപ്പോൾ പിന്നെ രണ്ടാമത്തെ ലെയറായിട്ട് നമുക്ക് മാങ്ങ മുറിച്ച് വെച്ച പീസുകളൊക്കെ അതിലിട്ട് നിരത്തി കൊടുക്കുക. പിന്നെ മൂന്നാമത്തെ ലെയർ നമ്മുടെ കസ്റ്റേർഡ് ഇല്ലേ, മാംഗോ കസ്റ്റേർഡ്, അതും എല്ലായിടത്തും ഒരേപോലെ ആവണ പോലെ നിരത്തി കൊടുക്കുക. അപ്പോൾ നമ്മുടെ മാംഗോ ട്രൈഫിൾ പുഡിങ്ങിൻ്റെ ആ 3 ലെയറും ആയിട്ടുണ്ട്. ഇത്രയേ ചെയ്യേണ്ടുള്ളൂ കേട്ടോ. ചിലവരൊക്കെ ഇങ്ങനെ ഈ ലെയർ റിപ്പീറ്റ് ചെയ്യണ കണ്ടിട്ട് വീണ്ടും കേക്ക് വെച്ചു, വീണ്ടും മാംഗോ, അങ്ങനെ ചെയ്യേണ്ട. ട്രൈഫിൾ പുഡിങ്ങിൽ ഇങ്ങനെ ഈ 3 ലെയറാണ് അതിൻ്റെ ഒരു രീതി ചെയ്യേണ്ടത്. ടേസ്റ്റും അത്ര തന്നെയാണ്. നമ്മൾ കൂടുതൽ ലെയർ ആക്കും തോറും ടേസ്റ്റ് കൂടുമൊന്നുമില്ല, ക്വാണ്ടിറ്റി കൂടുന്നേ ഉള്ളൂ. പിന്നെ ഏറ്റവും മുകളിൽ ഞാൻ ആ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കിയെന്നേ ഉള്ളൂ കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചെയ്യുക, അത് നിർബന്ധമില്ല. വെറുതെ മാംഗോ പീസസ് മാത്രം വെക്കുക, അതല്ലെങ്കിൽ കുറച്ച് ഹണി ഒഴിക്കുക, അങ്ങനെ എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം.
ഇപ്പോൾ അത് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ ഇത് സെറ്റ് ചെയ്യാൻ വെക്കാം. ഒരു 2 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം, പീസാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റുമാണ്, നല്ല സോഫ്റ്റുമാണ്. ആ കേക്കൊക്കെ കുതിർന്നിട്ട്, തേങ്ങാപ്പാലിൽ കുതിർന്നിട്ട് അതിന് പ്രത്യേകിച്ചൊരു ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മാംഗോ ട്രൈഫിൾ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.